കിണറ്റിലൊരു ഭയങ്കരമായ സൗണ്ട് കേട്ട് JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയിട്ട് കയറി പോകാനുള്ള ഒരു സംവിധാനമാണ് നോക്കിയത്. തിരുവനന്തപുരത്തെ മാങ്കാല എന്ന സ്ഥലമാണിത്. മാങ്കാലയിലെ 15 അടിയോളം താഴ്ചയുള്ള ഒരു കിണറിലാണ്, ഇപ്പോൾ പൊട്ടക്കിണറായിട്ട് ഉള്ള ആ കിണറിലാണ് ഈ കാട്ടുപോത്ത് വീണിരിക്കുന്നത്. രാവിലെ ഒരു 6:45 ആകുമ്പോൾ വെട്ടാറങ്ങും. വെട്ടാറങ്ങിയതിന് ശേഷമാണ് ഇതേപോലെ കുറച്ച് വെട്ടിയപ്പോഴാണ് കിണറ്റിലൊരു ഭയങ്കരമായ സൗണ്ട് കേട്ട് ഇത് നോക്കിയപ്പോഴാണ് കാട്ടുപോത്താണെന്ന് മനസ്സിലായത്. അപ്പോൾ തന്നെ അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിൽ നമ്മൾ അറിയിച്ച് അവർ വന്ന് നോക്കുകയും എൻ്റെ കാര്യങ്ങളൊക്കെ. ഈ പോത്ത് വന്ന് വീണത് ഏകദേശം ഒരു 4 അടി മാത്രം വ്യാസമുള്ള ഒരു കിണറിലായിരുന്നു. പണ്ട് ഇവിടെ വീടുണ്ടായിരുന്നു, അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന കിണറാണ്. ഇപ്പോൾ ഉപയോഗിക്കാതെ പൊട്ടക്കിണറായി മാറിയിരിക്കുന്ന ഈ കിണറിലാണ് ഈ പോത്ത് വന്ന് വീണത്. 4 അടി കഷ്ടിച്ച് വരെയുള്ളൂ. ഈ കാണുന്നതാണ് അതിൻ്റെ പടികൾ കാണാം. ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് JCB തോണ്ടി ഇടിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഇത്രയും കയറി പോകാനായിട്ട് ഒരു വഴി ഒരുക്കിയിരിക്കുകയാണ്. ഒരുപാട് സമയമായതുകൊണ്ട് വളരെ ക്ഷീണാവസ്ഥയിലാണ്, അത് കയറാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാട്ടുപോത്തിനെ കയറുകൊണ്ട് വലിച്ച് കയറ്റുകയാണ് JCB വെച്ച്. ചെറിയൊരു അനക്കം തോന്നുന്നുണ്ട്, പക്ഷേ അത് മഴ പെയ്ത് ചെളി കാരണം ബുദ്ധിമുട്ടാവും എന്നാണ് തോന്നുന്നത്. JCB വെച്ച് വലിച്ച് കയറ്റുകയാണ്. കയർ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട് 2 കൊമ്പുകളിലുമായി. അല്പമായിട്ട് കയറുന്നുണ്ട്, പക്ഷേ മഴ പെയ്ത് ചെളി കയറുന്നത് അല്പം പ്രതികൂലമായോ എന്ന് സംശയിക്കുന്നു. കാലുകൾ ചെളിയിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് എഴുന്നേറ്റിട്ടുണ്ട്. മഴയുടെ നനവ് കാരണം മണ്ണ് ചെളിയായി കഴിഞ്ഞു, അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനെ മയക്കുമരുന്ന് വെച്ച ശേഷം ഇവിടെ നിന്ന് ട്രക്കിൽ കയറ്റി കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എല്ലാവരെയും മാറ്റുകയാണ്, എല്ലാവരെയും അവിടെ നിന്ന് മാറ്റുകയാണ്. വലിയ ട്രക്കിൽ കയറ്റി കൊണ്ടുപോകാൻ, പിക്കപ്പിലോ ട്രക്കിലോ കയറ്റി കൊണ്ടുപോകാനായിട്ട് ഇവിടെ വഴിയില്ലാത്തതുകൊണ്ട് JCB വെച്ച് വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രാവിലെ വിവരം കിട്ടിയതനുസരിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇത് യോഗ്യമല്ലാത്ത ഒരു റബ്ബർ എസ്റ്റേറ്റിലെ കിണറിനകത്ത് വീണ് കിടക്കുകയായിരുന്നു. രാത്രി എങ്ങനെ വീണതായിരിക്കാം. വളരെ ഇടുങ്ങിയ ഒരു കിണറായിരുന്നു. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയിട്ട് കയറി പോകാനുള്ള ഒരു സംവിധാനമാണ് നോക്കിയത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് തനിയെ കയറി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. അത് കാരണം മിക്കവാറും അത് വീണപ്പോൾ ഉള്ള പരിക്കുകൾ കൊണ്ടാണ്
പിന്നീട് അത് വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളതിനെ പെർമിഷനൊക്കെ വാങ്ങിച്ച് ട്രാങ്കുലൈസ് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് നൽകുന്നതിനാവശ്യമായിട്ട് അടുത്ത നമ്മളെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏരിയയിലോട്ട് കൊണ്ടുപോവുകയാണ്. തുടർന്ന് ചികിത്സിച്ച് മരുന്ന് നൽകിയെങ്കിലും വീഴ്ചയിലുണ്ടായ ഗുരുതരമായ പരിക്കുകൾ കാരണം പിറ്റേന്ന് രാവിലെ തന്നെ കാട്ടുപോത്ത് ചത്തുപോയി. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ വിതിര ബൈ സജീക് വിതിര.